നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. നെയ്മർ ജൂനിയർ മുൻനിർത്തിയൊരു ടീമുണ്ടാക്കുക, കാർലോ അഞ്ചലോട്ടി ആ ടീമിനെയും കൊണ്ട് മാറക്കാനയിൽ ഇറങ്ങുക, ബ്രസീൽ വിജയിച്ച് കയറുക. ബ്രസീലിയൻ ആരാധകർക്ക് രോമാഞ്ചമുണ്ടാക്കാൻ ഇതിൽ പരമെന്തു വേണം? ആഞ്ചലോട്ടി ആവശ്യപ്പെട്ടതനുസരിച്ച് ബ്രസീൽ അവരുടെ അടുത്ത മത്സരം മാറക്കാനയിൽ ഫിക്സ് ചെയ്തിട്ടുണ്ട്. തൊട്ടടുത്ത ദിവസങ്ങളിലാണ് മത്സരങ്ങൾ വരാനിരിക്കുന്നത്. സെപ്റ്റംബർ മാസത്തിലെ ബ്രസീലിൻ്റെ ഇൻ്റർനാഷണൽ ബ്രേക്കിലെ വേൾഡ് കപ്പ് ക്വാളിഫയർ മത്സരങ്ങൾ. ആദ്യ മത്സരം സെപ്റ്റംബർ 5 മാറക്കാനയിൽ ചിലിക്കെതിരെ കളിക്കുമ്പോൾ, രണ്ടാം മത്സരം സെപ്റ്റംബർ 10 അവേ മത്സരമാണ്, ബൊളീവിയയ്ക്കെതിരെയാണ്. ഈ മത്സരത്തിനുള്ള ബ്രസീലിൻ്റെ സ്ക്വാഡ് പ്രഖ്യാപിക്കുമ്പോൾ അതിൽ നെയ്മർ ജൂനിയർ ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരങ്ങളൊക്കെയും. അല്ലെങ്കിലും കഴിഞ്ഞ മാർച്ചിൽ ഡൊറിവാൾ ജൂനിയർ കോച്ചായ സമയത്ത് അദ്ദേഹത്തിൻ്റെ അവസാന കോളപ്പിൽ നെയ്മർ ജൂനിയർ അദ്ദേഹം ഉൾപ്പെടുത്തിയിരുന്നതാണ്. പക്ഷെ പിന്നെ പരിക്കും മറ്റു പ്രശ്നങ്ങളുമൊക്കെ വന്നപ്പോൾ അത് പബ്ലിഷ് ചെയ്യുമ്പോൾ നടക്കാത്തൊരു സ്ഥിതിവിശേഷവും ഉണ്ടായി. അങ്ങനെ നെയ്മർ പിന്നെ പുറത്തായി, പരിക്ക് വന്നതുകൊണ്ട്. ഡൊറിവാൾ ജൂനിയർ പിന്നാലെ പുറത്തു പോകുന്ന കാഴ്ച കണ്ടു. പിന്നെ കഴിഞ്ഞ ജൂണിലെ കോളപ്പിലേക്ക് എന്തായാലും പരിക്കുള്ളതുകൊണ്ട്, പരിക്കിൽ നിന്ന് മുക്തനായി വരുന്നതേ ഉള്ളൂ എന്നതുകൊണ്ട് നെയ്മറെ ആഞ്ചലോട്ടി ഉൾപ്പെടുത്തിയില്ല. പക്ഷേ അപ്പോഴും ആഞ്ചലോട്ടി മാധ്യമങ്ങളുടെ ചോദ്യത്തിന് മറുപടി പറഞ്ഞത് തീർച്ചയായിട്ടും നെയ്മർ പ്രധാനപ്പെട്ട താരമാണ്, ഫിറ്റായി മടങ്ങിയെത്തിയാൽ ഈ സ്ക്വാഡിൽ ഇടമുണ്ടാകുമെന്ന്. ഇപ്പോൾ തുടരെ നെയ്മർ കളികൾ കളിച്ചുകൊണ്ടിരിക്കുകയാണ് സാൻഡോസിന് വേണ്ടിയിട്ട്. പരിക്കിൻ്റെ പ്രശ്നങ്ങൾ ഒട്ടുമേ അദ്ദേഹത്തെ അലട്ടുന്നില്ല. അദ്ദേഹത്തിൻ്റെ കളി കാണാൻ കാർലോ അഞ്ചലോട്ടിയുടെ ടെക്നിക്കൽ സ്റ്റാഫ് എത്തുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ ബ്രസീൽ ടീം പ്രഖ്യാപിക്കുമ്പോൾ ആ ടീമിൽ നെയ്മർ ജൂനിയർ ഉണ്ടാകും. നെയ്മറെ മുൻനിർത്തിക്കൊണ്ടാണ് ആഞ്ചലോട്ടി സ്ക്വാഡ് ഉണ്ടാക്കാൻ പോകുന്നതെന്ന് ബ്രസീലിയൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ബ്രസീലിയൻ മാധ്യമങ്ങൾ നൽകുന്ന സൂചനകൾ അനുസരിച്ച് അടുത്ത സ്ക്വാഡ് നമുക്കൊന്ന് പരിശോധിക്കാം. കായോ ഹോർഗെ മിന്നും പ്രകടനമാണ് കേട്ടോ ഇപ്പോൾ ബ്രസീലിയറോ സീരിയയിൽ തരം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അദ്ദേഹം സ്ക്വാഡിൽ ഉണ്ടാവുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഒപ്പം ജാവോ പെഡ്രോ ചെൽസിയിലേക്ക് എത്തിയിട്ട് മികച്ച പ്രകടനം അവിടെ നടത്തുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ രണ്ടുപേരും ബ്രസീലിൻ്റെ സ്ട്രൈക്കിംഗ് പൊസിഷനിലേക്ക്, സ്ട്രൈക്കർ റോളിലേക്ക് എത്താനുള്ള സാധ്യത. ഒപ്പം റാഫിഞ്ഞയും എസ്റ്റവായോയും എന്തായാലും സ്ക്വാഡിൽ ഉണ്ടാകും. പിന്നെ റോഡ്രിഗോയുടെ കാര്യമാണ്. റോഡ്രിഗോയെ കഴിഞ്ഞ കോളപ്പിലേക്ക് അഞ്ചലോട്ടി വിളിച്ചിട്ടില്ല. മാത്രമല്ല റോഡ്രിഗോ ഇപ്പോൾ പരിക്കിൻ്റെ പ്രശ്നങ്ങളൊക്കെ മാറിയെങ്കിലും അത്രയും അവസരങ്ങൾ അദ്ദേഹത്തിന് റയലിൽ കിട്ടുന്നുമില്ല. അപ്പം അങ്ങനെയുള്ള ഒരാളെ കോച്ച് എടുക്കുമോ എന്നുള്ളത് കണ്ടറിയണം. അല്ലെങ്കിൽ പിന്നെ ആ പൊസിഷനിലേക്ക് സാമുവൽ ലീനോ, അദ്ദേഹം ഡിസേർവിംഗ് ആണ്, മികച്ച പ്രകടനം നടത്തിക്കൊണ്ടിരിക്കുന്നുമുണ്ട്. സോ അദ്ദേഹം വരാനുള്ള സാധ്യത കാണുന്നു. നെയ്മർ തിരിച്ചെത്തും. മാത്യൂസ് കുഞ്ഞയും സ്ക്വാഡിലേക്കുണ്ടാകും. പക്ഷേ ഒരു ബെഞ്ചിലാവാനാണ് സാധ്യത. നെയ്മർ ഉണ്ടാകുമ്പോൾ പിന്നെ അവർക്ക് അത്രയധികം സാധ്യത സ്ക്വാഡിലില്ല. അലൻ പാട്രിക്കിനും സാധ്യതയുണ്ട്. ദെൻ ആൻഡ്രെ എന്തായാലും സെലക്കാവോ സ്ക്വാഡിലേക്ക് മടങ്ങിയെത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഒരുപക്ഷെ ബ്രസീലിൻ്റെ മധ്യനിരയിൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും മികച്ച മിഡ്ഫീൽഡർ എന്ന് പറയേണ്ടി വരും. ഒപ്പം തന്നെ ആൻഡ്രി സാൻഡോസിൻ്റെ കാര്യത്തിൽ അദ്ദേഹം സ്ക്വാഡിൽ വീണ്ടും വരുമെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. കാസമിറോയുടെ കാര്യം എന്താവുമെന്ന് കണ്ടറിയണം. യുണൈറ്റഡിൽ പോലും അദ്ദേഹത്തിന് അത്രയധികം പ്രാധാന്യമില്ലാത്തൊരു അവസ്ഥയാണല്ലോ ഇപ്പോഴുള്ളത്. പക്ഷേ ആഞ്ചലോട്ടിക്ക് താരവുമായിട്ടുള്ള അടുപ്പവും മറ്റുമൊക്കെ വെച്ചുകൊണ്ട് ആഞ്ചലോട്ടിയുടെ ഒരു രീതി അതാണ്. തനിക്ക് പരിചിതമായിട്ടുള്ള താരങ്ങളെ കൂടുതലായിട്ട് അദ്ദേഹം ഉൾപ്പെടുത്തി അത് വെച്ചൊരു ടീം ബിൽഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ കാസമിറോയെ എഴുതി തള്ളാനും പറ്റില്ല. എങ്കിലും പെർഫോമൻസ് വെച്ചാണെങ്കിൽ നിലവിൽ അദ്ദേഹം പുറത്തു പോവേണ്ട സ്ഥിതി തന്നെയാണ്. ഇനി ലെഫ്റ്റ് ബാക്കിൽ അറിയാമല്ലോ, അലക്സാൻഡ്രോയൊക്കെ അങ്ങനെ സ്ഥിരമായിട്ട് വീണ്ടും വിളിക്കുകയാണ്. സമയം കഴിഞ്ഞു പോയിട്ടുണ്ട് അദ്ദേഹത്തിനൊക്കെ. റൈറ്റ് ബാക്കിൽ ഡാനിലോയുടെ കാര്യവും അത് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു പക്ഷേ കൈക്കിയെ എത്തിച്ചാൽ അത്ഭുതപ്പെടേണ്ടതില്ല. പിന്നെ സെൻറ്റർ ബാക്കിൻ്റെ കാര്യത്തിൽ എദർ മിലിറ്റാവോ തിരികെ എത്തിയിട്ടുണ്ടല്ലോ. അദ്ദേഹത്തെ എന്തായാലും കോച്ച് കളിപ്പിക്കുമെന്ന് വേണം കരുതാൻ. അപ്പോൾ അങ്ങനെ കളിപ്പിക്കുമ്പോഴുള്ളൊരു ചോദ്യം മാർക്കിഞ്ഞോസും എദർ മിലിറ്റാവോയും ആയിരിക്കുമോ ഉണ്ടാവുക എന്നുള്ളതാണ്. അപ്പോൾ അലക്സാൻഡ്രോ റിബൈറോ കഴിഞ്ഞ കോളപ്പിൽ മികച്ച പ്രകടനം നടത്തിയ കളിക്കാരനാണ്. അദ്ദേഹത്തെ പുറത്തിരുത്താൻ ഒരു ന്യായവും ആഞ്ചലോട്ടിക്ക് ഉണ്ടാവുകയുമില്ല. ഇനിയിപ്പോൾ എദർ മിലിറ്റാവോ അലക്സാൻഡ്രോ റിബൈറോ കോമ്പിനേഷൻ ഫസ്റ്റ് ലെവലിൽ ഇറങ്ങുമോ? ഏതായാലും എദർ മിലിറ്റാവോയും അലക്സാൻഡ്രോ റിബൈറോയും അതുപോലെ നമ്മുടെ മാർക്കിഞ്ഞോസും ഗബ്രിയൽ മെഗലസും ഒക്കെ കോളപ്പിലുണ്ടാകുമെന്ന കാര്യം ഉറപ്പാണ്. അപ്പോൾ നമ്മൾ സാവിഞ്ഞോയുടെ കാര്യം എന്താണെന്നുള്ള ചോദ്യമുണ്ട്. സാവിഞ്ഞോക്ക് അവസരം കിട്ടുമോ എന്നുള്ളതും
കണ്ടറിയേണ്ടതുണ്ട്. കാരണം ബ്രസീൽ ടീമിൽ ഏത് പൊസിഷനിൽ അദ്ദേഹത്തെ കളിപ്പിക്കുന്നു എന്നതിനനുസരിച്ചാണ് കാര്യങ്ങൾ വരാൻ പോകുന്നത്. ഇപ്പം നമുക്ക് നോക്കാം എന്താണ് ബ്രസീലിൻ്റെ ഒരു പ്രോബബിൾ സ്ക്വാഡ് അടുത്ത മത്സരങ്ങൾക്കുള്ള. ഗോൾ കീപ്പറുടെ കാര്യത്തിൽ എന്താ സംശയം? ബ്രസാവോയാണിപ്പോൾ ബ്രസീലിലുള്ള ഏറ്റവും മികച്ച ഗോൾ കീപ്പർ. സോ അദ്ദേഹം എന്തായാലും സ്ക്വാഡിൽ ഉണ്ടാകും. അതോടൊപ്പം തന്നെ ആലിസൺ ബെക്കർ ഫസ്റ്റ് ഗോൾ കീപ്പറായിട്ട് സ്ക്വാഡിലുണ്ടാകും. എഡേഴ്സണും സ്ക്വാഡിലുണ്ടാകും. അപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്ന ബ്രസീലിൻ്റെ ഗോൾ കീപ്പിംഗ് പൊസിഷൻ, ഗോൾ കീപ്പറായിട്ട് ആലിസൺ ഫസ്റ്റ് ലെവലിൽ അദ്ദേഹം വരാനാണ് സാധ്യത. ഒപ്പം എഡേഴ്സണും ബ്രസാവോയും. സെൻറ്റർ ബാക്കിൽ അലക്സാൻഡ്രോ റിബൈറോ, എദർ മിലിറ്റാവോ, ഇവർ രണ്ടുപേരും ചേർന്ന് ഒരു പുതിയ കോമ്പിനേഷൻ കോച്ച് സ്റ്റാർട്ടിംഗ് ലെവലിൽ പരീക്ഷിച്ചാൽ അത്ഭുതപ്പെടേണ്ടതില്ല. പിന്നെ മാർക്കിന്യോസും ഗബ്രിയൽ മെഗല്ലസും എന്തായാലും സ്ക്വാഡിൽ ഉണ്ടാവുകയും ചെയ്യും. ഇനി ലെഫ്റ്റ് ബാക്കിലേക്ക് വരുമ്പോൾ മാറ്റങ്ങൾ വരേണ്ട പൊസിഷനാണ് ബ്രസീലിൻ്റെ വിങ് ബാക്ക് പൊസിഷനുകൾ എന്നുള്ളത് ഇപ്പോൾ എല്ലാവർക്കും അറിയാം. പഴയ കാലത്തെ ഡാനി ആൽവസും അതുപോലെയുള്ള കളിക്കാർ, ഇപ്പം കുറച്ചുകൂടി പുറകോട്ട് പോയ കഫുവും റോബർട്ടോ കാർലോസും ഒക്കെ കളിച്ച പോലുള്ള ഒരു വിങ് ബാക്കുമാർ ഇപ്പോൾ ബ്രസീലിനില്ല. ഏതായാലും അവിടെ കൂടി മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ട്. കൈക്കി അതുപോലെ കാർലോസ് അഗസ്റ്റോ എന്നിവർ ലെഫ്റ്റ് ബാക്ക് പൊസിഷനിലേക്ക് പരിഗണിക്കപ്പെട്ടേക്കുമെന്ന റിപ്പോർട്ടുകളിട്ട് റൈറ്റ് ബാക്കിൽ വാൻഡേഴ്സണും വെസ്ലിയും വരാൻ തന്നെയാണ് സാധ്യത. മധ്യനിരയിലേക്ക് വരുമ്പോൾ പ്രധാനമായിട്ടും ഗേൾസണും ആന്ത്രയും അവരായിരിക്കും ആ ഒരു പിവോട്ട് റോളിലൊക്കെ കളിക്കാനുണ്ടാവുക. ഗേൾസന് സബ്ബായിട്ട് അല്ലെങ്കിൽ ഒരു ബാക്കപ്പായിട്ട് ആൻഡ്രി സാൻഡോസും ആന്ത്രയ്ക്ക് ബാക്കപ്പായിട്ട് ബ്രൂണോ ഗുയിബാറസും എത്താനുള്ള സാധ്യതയുമുണ്ട്. മുന്നേറ്റങ്ങളുടെ തന്ത്രങ്ങൾ മെനയാൻ, മുന്നേറ്റത്തിനായിട്ടുള്ള തന്ത്രങ്ങൾ മെനയാൻ മാസ്റ്റർ ബ്രെയിനായിട്ടും കളിക്കാൻ നെയ്മർ ജൂനിയർ നമ്പർ 10 ഉണ്ടാവും. നെയ്മർ ഫിറ്റാണ്. അപ്പോൾ അതുകൊണ്ട് മറ്റ് സംശയങ്ങൾക്കൊന്നും അവിടെ ഇനി സ്ഥാനമില്ല. നെയ്മർ നമ്പർ 10 കളിക്കുമ്പോൾ മാത്യൂസ് പെരേരയും അതുപോലെ മാത്യൂസ് കുഞ്ഞയും ഒക്കെ ബെഞ്ചിലാവാൻ തന്നെയാണ് സാധ്യത. ഇനി ഇരു പാർശ്വങ്ങളിലായിട്ട് ഇടതുഭാഗത്ത് വിനി ജൂനിയറും വലതുഭാഗത്ത് റാഫീഞ്ഞയും തന്നെ പ്രതീക്ഷിക്കണം. എന്തായാലും വിനി ജൂനിയർ ഇടതുഭാഗത്ത് എന്ന് വരുമ്പോൾ അദ്ദേഹത്തിനൊരു ബാക്കപ്പായിട്ട് സാമുവൽ ലീനോയെ പ്രതീക്ഷിക്കാം. റാഫീഞ്ഞ വലതുപാർശ്വത്തിൽ എസ്റ്റവായ വില്യനും ആ പൊസിഷനിൽ കളിക്കാൻ പറ്റും. അപ്പോൾ ഇതായിരിക്കും ആ ഭാഗത്തേക്കുള്ള ബ്രസീലിൻ്റെ ഒരു സ്ക്വാഡിൽ പ്രധാന താരങ്ങൾ. ഇനി സ്ട്രൈക്കറുടെ റോളിൽ ആരെന്നുള്ള ചോദ്യമുണ്ട്. ജാവോ പെഡ്രോ മിന്നും ഫോമിലാണ് അദ്ദേഹം കളിച്ചുകൊണ്ടിരിക്കുന്നത്. യൂറോപ്യൻ ഫുട്ബോളിലൊക്കെ മികച്ച പ്രകടനം നടത്തുന്ന താരത്തിന് കോച്ച് ഇവിടെ വീണ്ടും ഒരു അവസരം കൊടുത്താൽ അത്ഭുതപ്പെടേണ്ടതില്ല. ജാവോ പെഡ്രോ അതുപോലെ തന്നെ ബ്രസീലിയറോ സിരിയയിൽ മികച്ച പ്രകടനം നടത്തിക്കൊണ്ടിരിക്കുന്ന കായോ ഹോർഗെ, ഈ താരങ്ങൾക്ക് പ്രധാനമായിട്ടും നമ്പർ 9 പൊസിഷന് കൊടുക്കാനുള്ളൊരു സാധ്യതയുണ്ട്. അപ്പോൾ ഇതാണ് ഇപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു ബ്രസീലിൻ്റെ സ്ക്വാഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ തന്നെ എന്തൊക്കെ മാറ്റങ്ങൾ ഇനി കോച്ച് വരുത്തും എന്നുള്ളതും കണ്ടറിയണം. 23 അംഗ സ്ക്വാഡ് കൂടുതൽ കരുത്തുറ്റതാക്കി മാറ്റി മുന്നോട്ട് പോകാനുള്ള ഒരു അവസരം കൂടിയാണ് ഇത് കോച്ചിന്. കാരണം എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ മത്സരങ്ങളെ പോലെയല്ല, ബ്രസീൽ ഇപ്പോൾ ഓൾറെഡി വേൾഡ് കപ്പിന് ക്വാളിഫൈ ചെയ്ത് കഴിഞ്ഞതാണ്. അതുകൊണ്ട് തന്നെ ഇനിയുള്ള 2 മത്സരങ്ങളിൽ പരീക്ഷണങ്ങളിലേക്കും മറ്റുമൊക്കെ പോവണമെങ്കിൽ പോവാം. പക്ഷേ അങ്ങനെ പോകുമോ എന്നുള്ളതിൽ ചില സംശയങ്ങളുണ്ട്. അതിനൊറ്റ കാരണമേ ഉള്ളൂ, കാർലോ ആഞ്ചലോട്ടിയുടെ ഒരു രീതി അതല്ല. അപ്പോൾ അദ്ദേഹം കോച്ചായി വന്നിട്ട് ആദ്യ മത്സരങ്ങളെ കഴിഞ്ഞുള്ളൂ. അടുത്ത കോളപ്പിലേക്ക് വരുമ്പോഴേക്കും വീണ്ടും കുറേ താരങ്ങളൊക്കെ മാറ്റി അവരുമായിട്ടുള്ള ബോണ്ട് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് എളുപ്പമുള്ള കാര്യമല്ല. ആദ്യം അത് ബിൽഡ് ചെയ്തെടുക്കണം, ടീമിൻ്റെ ഒരു കോർ രൂപപ്പെടുത്തിയെടുക്കണം. അത് പരുവപ്പെടുത്തിയെടുത്ത് കഴിഞ്ഞാൽ പിന്നെ അതനുസരിച്ച് മറ്റ് കൂട്ടിച്ചേർക്കലുകൾ നടത്തിയാൽ മതി. അത് ഏറ്റവും നന്നായിട്ട് അറിയാവുന്നയാളാണ് കാർലോ ആഞ്ചലോട്ടി എന്നുള്ളത് കൊണ്ട് അടുത്ത കോളപ്പിലും വലിയ മാറ്റങ്ങളില്ലാതെ അദ്ദേഹം സ്ക്വാഡിനെ വിളിച്ചെടുത്താൽ അത്ഭുതപ്പെടേണ്ടതില്ല. എന്തായാലും എല്ലാവരും ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുകയാണ് ആരൊക്കെയായിരിക്കും ബ്രസീലിൻ്റെ അടുത്ത കോളപ്പിൽ ഇടം പിടിക്കുക എന്ന്. ഏറ്റവും അധികം ശ്രദ്ധാകേന്ദ്രം നെയ്മർ ജൂനിയർ തന്നെയാണ്. എന്നാണ് അദ്ദേഹം അവസാനമായി ബ്രസീലിനായിട്ട് കളിക്കാൻ ഇറങ്ങിയത് എന്ന കാര്യം ഒന്ന് ഓർത്തു നോക്കിയാൽ മതി. അത് ഏറെ മുമ്പാണ്. സോ പരിക്ക് മാറി അദ്ദേഹം തിരികെ വരുമ്പോൾ എന്ന് പറഞ്ഞാൽ 2023 ശേഷം ആദ്യമായിട്ട് അദ്ദേഹം ബ്രസീൽ ടീമിൻ്റെ ജേഴ്സി അണിയാൻ പോകുന്ന ഈ ഒരു സന്ദർഭത്തിൽ അതിന് വലിയ പ്രാധാന്യമുണ്ട്. കാരണം അടുത്ത വേൾഡ് കപ്പിലേക്ക് 1 വർഷത്തിൽ താഴെ മാത്രമേ സമയമുള്ളൂ. ആ ഒരു ഘട്ടത്തിലാണ് നെയ്മർ ജൂനിയർ തിരികെ എത്തുന്നതും ടീമിലെ പ്രധാന താരമായിട്ട് ഇനി അങ്ങോട്ട് മുന്നോട്ട് പോകാൻ പോകുന്നതും. എന്തായാലും നെയ്മർക്ക് ഓൾ ദി ബെസ്റ്റ് നേർന്നിരിക്കുകയാണ് ആരാധകർ. കാർലോയുടെ ടീം പ്രഖ്യാപനവും കാത്തിരിക്കുന്നു. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൻ്റെ എത്താം.